വഖഫ് നിയമ ഭേദഗതി ബിൽ ഇന്ന് രാജ്യസഭയിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് ആണ് ബില്ല് അവതരിപ്പിക്കുക. ഇന്ന് ലോക്സഭയിൽ ബില്ല് പാസാക്കിയിരുന്നു. വഖഫ് ബില്ലിൽ കോൺഗ്രസ് നിലപാട് വ്യക്തമാണെന്നും ഭരണഘടനയ്ക്കെതിരായ ആക്രമണമാണ് ബില്ലെന്നും സോണിയാഗാന്ധി കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പറഞ്ഞു. അതേസമയം ഇന്നലെ ലോക്സഭയിലെ വോട്ടെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കാത്തതിൽ വിമർശനമുയരുന്നുണ്ട്. പ്രത്യേകിച്ച് ഗൗരവമായിട്ടുള്ള കാരണങ്ങളാലല്ലാതെ ആരെങ്കിലും വോട്ടെടുപ്പിൽ, അത് ഇന്ന വ്യക്തിയല്ല, ആരെങ്കിലും പ്രതിപക്ഷ നിരയിലെ ഒരാൾ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ഉത്കണ്ഠ സൃഷ്ടിക്കുന്നതാണ്. ആ നടപടിയോട് ഒരു കാരണവശാലും എനിക്ക് യോജിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ ആ ഒരു ആർജവം, ആ ഒരു സമർപ്പിത ബോധം പ്രതിപക്ഷ നിരയിലെ എല്ലാവർക്കും ഉണ്ടാവണമെന്നാണ് എൻ്റെ അപേക്ഷ. പക്ഷേ എന്തുകൊണ്ടാണ് ഒരു വ്യക്തി പങ്കെടുക്കാമെന്നുള്ള കാര്യം ആ വ്യക്തിയോട് തന്നെ ചോദിക്കേണ്ടി വരും. അതിലെന്തെങ്കിലും ഗൗരവമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നോ, ഒഴിവാക്കാൻ കഴിയാത്ത എന്തെങ്കിലും പ്രതിസന്ധി കൊണ്ടാണോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടത്. വിനിത വിജയപുരങ്ങളുമായി. വിനിത, ലോക്സഭയിൽ ദീർഘം നേരം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് രാത്രി അത് പാസ്സായത്. രാജ്യസഭയിലും സമാനമായ ചർച്ചകൾ ഉണ്ടാകുമോ? ഈ പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കാത്തതിൽ എന്താണ് ആ വിഷയത്തിലുള്ള വ്യക്തത, വിനീത? ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ലോക്സഭയ്ക്ക് സമാനമായി രാജ്യസഭയിലും 8 മണിക്കൂറാണ് ചർച്ച ചെയ്യുക ഈ ബില്ലിന്മേൽ. പക്ഷേ 8 മണിക്കൂർ എന്ന് പറയുമ്പോഴും ഇന്നലെയും നമ്മൾ ലോക്സഭയിൽ കണ്ടതാണ് 8 മണിക്കൂർ എന്ന് പറയുന്ന ചർച്ച പിന്നീട് 12 മണിക്കൂറിലേക്ക് നീളുകയും സഭ ഒടുവിൽ 2-2:30 അവസാനിക്കുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് രാജ്യസഭയിൽ നമുക്ക് അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. വിശദമായിട്ടുള്ള ചർച്ചകൾ ഉണ്ടായേക്കാം. ശക്തമായ ഒരു പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ബില്ലിനെ ശക്തമായി എതിർക്കുമെന്ന് ഇന്ത്യ മുന്നണി നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ സോണിയാഗാന്ധിയുടെ ഒരു പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് സോണിയാഗാന്ധി കോൺഗ്രസിന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. വഖഫ് ബില്ലിൽ കോൺഗ്രസിന്റെ നിലപാട് വ്യക്തമാണെന്നും ഭരണഘടനയ്ക്ക് മേലുള്ള ആക്രമണമാണ് ഈ ബില്ലെന്നും പറയുന്നുണ്ട്. ബില്ല് ഇന്നലെ ഈ ലോക്സഭയിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണെന്നും ധ്രുവീകരണത്തിനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നതെന്നുമാണ് സോണിയാഗാന്ധിയുടെ പരാമർശം. സമാനമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഇന്ന് ഈ രാജ്യസഭയിലും നമുക്ക് പ്രതീക്ഷിക്കാം. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയായിരിക്കും ബില്ല് അവതരിപ്പിക്കുക. JP നദ്ദ ഇന്ന് ഈ ബില്ലിന്മേൽ രാജ്യസഭയിൽ സംസാരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതേസമയം ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഇന്നലെ ലോക്സഭയിൽ ശക്തമായിട്ടുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ചർച്ചകളിലൊന്നും തന്നെ പ്രിയങ്ക ഗാന്ധി പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. നേരത്തെ തന്നെ എല്ലാ MP-മാരും പങ്കെടുക്കണമെന്ന് പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ MP-മാർക്ക് വിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. കോൺഗ്രസും 3 വരി വിപ്പ് നേരത്തെ തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രിയങ്ക ഗാന്ധി ഇന്നലെ ഈ ചർച്ചകളിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ ഇന്നലെ രാത്രിയൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വോട്ടെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിരുന്നു. അവിടെ ഒന്നും തന്നെ നമുക്ക് പ്രിയങ്കയുടെ ഒരു സാന്നിധ്യം കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ അസാന്നിധ്യം തന്നെയാണ് ഇപ്പോൾ വിവാദമാവുന്നത്. എന്തുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി ഈ ചർച്ചയിൽ പങ്കെടുക്കാതിരുന്നത് അവരോട് തന്നെ ചോദിക്കണമെന്നാണ് ജോൺ ബ്രിട്ടാസ് അടക്കം പറഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും അടിയന്തര കാര്യം കൊണ്ട് മാറി നിന്നതാണോ എന്നുള്ള കാര്യം അത് അവരോട് തന്നെ തിരക്കേണ്ടിയിരിക്കുന്നു എന്നും പറയുന്നു. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി വിട്ടുനിന്നത് എന്ന തരത്തിലൊരു വിശദീകരണമോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അറിയിപ്പുകളോ ഒന്നും തന്നെ നമുക്ക് ലഭ്യമായിട്ടില്ല. അത് പ്രിയങ്ക ഗാന്ധി നേതൃത്വത്തെ ഇതുവരെ അറിയിച്ചിട്ടില്ല എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ പ്രിയങ്ക ഗാന്ധി ഒരു വിശദീകരണമടക്കം നൽകേണ്ട സാഹചര്യമുണ്ട്. കാരണം പ്രതിപക്ഷം ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണ് ഈ ബില്ലിനെ ശക്തമായി എതിർക്കുക എന്നുള്ളത്. ഇന്നലെ ഈ ബില്ല് അവതരിപ്പിക്കുന്ന വേളയിൽ ഏതാണ്ട് 1 മണിക്കൂറോളം വൈകിയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം സഭയിലേക്ക് എത്തിയിരുന്നത്. അദ്ദേഹം പിന്നീട് ഈ ചർച്ചകൾ അദ്ദേഹം ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം ഈ ചർച്ചകളിൽ പങ്കെടുത്ത് സംസാരിക്കുന്ന ഒരു സാഹചര്യമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച മറ്റു നേതാക്കളൊക്കെയാണ് MP-മാരൊക്കെയാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്താണെങ്കിലും പ്രിയങ്കയുടെ ഈ അസാന്നിധ്യം വിവാദമാകുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ഈ വഖഫ് നിയമ ഭേദഗതി ബിൽ രാജ്യസഭയിൽ അവതരിപ്പിക്കും. ഓക്കെ, വിനിത വിജയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയപ്പോൾ എന്തുകൊണ്ടാണ് അസാന്നിധ്യം ഉണ്ടാവുന്നത് എന്ന് വിശദീകരിക്കേണ്ടത് പ്രിയങ്ക ഗാന്ധി തന്നെയാണ്. കാര്യം സുപ്രധാനമായ ഒരു ബില്ലിന്മേലുള്ള ചർച്ചയും വോട്ടെടുപ്പും ഒക്കെയാണ് ഇന്നലെ ലോക്സഭയിലും ഇന്നിപ്പോൾ രാജ്യസഭയിലും നടക്കുന്നത്.